ഗുഡ് മോർണിംഗ് എവ്രിവൺ. രാവിലെ 5 മണിയായതേ ഉള്ളൂ. ഞാനാണെങ്കിൽ 6 മണിക്കത്തെ മാസിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ചർച്ചിൽ പോകാം, ന്യൂ ഇയർ അല്ലേ. സോ എനിക്ക് ചെറിയൊരു സ്കിൻ റുട്ടീനൊക്കെ ഉണ്ട്. സോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈറ്റായിട്ടൊരു മേക്കപ്പും ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഒരു ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് ചെയ്തത്. ഒരു ബ്ലാക്ക് ടോപ്പും യെല്ലോ സ്കേർട്ടുമാണ് ഞാൻ ഇട്ടത്. മോർണിംഗിൽ എനിക്ക് മറ്റൊരു ഹാബിറ്റ് ഉള്ളത് ജേർണലിങ് ചെയ്യുന്നതാണ്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2024 ഒരു 6 months ആയിട്ടുള്ളൂ ഞാൻ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്നെനിക്ക് കിട്ടിയ ഒരു കോട്ട് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. വോൾട്ട് ഡിസ്നിയുടെ ഒരു കോട്ടായിരുന്നത്, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചർച്ചിൽ പോകാനുള്ള ബാഗൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് മേക്ക് ഷുവർ ചെയ്ത് എല്ലാം ഉണ്ടോ. നല്ല ഇരുട്ടാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ഗെറ്റ് ടാക്സി. കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 6 o'clock മാസ് ഇന്ന്. വീട്ടിൽ നിന്നൊരു 5 minutes ഉള്ളൂ മെയിൻ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നടക്കാനുണ്ട്. എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഹോപ്പ് ഉണ്ടായിരുന്നു ടാക്സി ആരെങ്കിലും വരുമെന്ന്. റോഡൊക്കെ എംപ്റ്റി ആയിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് ഷോപ്പൊന്നും തുറക്കത്തില്ല അവിടെ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. പിന്നെ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും, ഒരു 10 minutes കഴിഞ്ഞപ്പോഴേക്കും ടാക്സി കിട്ടി. ടാക്സിയിൽ കയറിയതും എനിക്ക് ന്യൂ ഇയർ വിഷസൊക്കെ കിട്ടി. ഒരു 5:59 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ചർച്ചിൽ ചേർന്നു. എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചർച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചർച്ചിൽ കയറി, മാസ് തുടങ്ങി. ഇറങ്ങാൻ നേരവും നല്ല മഴയായിരുന്നു. സോ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു കോഫി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. കോഫിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ ന്യൂ ഇയർ വിഷസ് പറയാൻ വേണ്ടിയിട്ട്. ടൈം ഡിഫറൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ അവർ കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്തു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.